ഞാൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇളം മനസ്സുകൾ പോലും ഉടൻ പറയും വാഗാ ബോർഡർ. അതെ, ഈ കവാടങ്ങൾ നമുക്ക് പരിചിതമാണ്. മുറ തെറ്റാതെ എന്നും അവിടെ നടക്കുന്ന കാലാൽ സൈനികരുടെ പരേഡ്. എന്നും തുറക്കുകയും പിന്നീട് അടയ്ക്കുകയും ചെയ്യുന്ന ഈ വൻ വാതിലിനപ്പുറമാണ് പാകിസ്ഥാൻ. സ്വാതന്ത്ര്യം ലഭിച്ച ഒരു ജനത ആഹ്ലാദപൂർവം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിയപ്പോഴാണ് ആ സത്യം അറിയുന്നത്. അംഗഭംഗം വന്നിരിക്കുന്നു. നമ്മളിൽ നിന്ന് എന്തോ കീറിമുറിച്ച് മാറ്റിയിരിക്കുന്നു. അതെ, വിഭജനം. അതിൻ്റെ ഉണങ്ങാത്ത മുറിവിൽ നിന്ന് ഇന്നും ചോര കിനിയുന്നു. ഒരനുഷ്ഠാനം പോലെ തുറക്കാനും അടയ്ക്കാനും കവാടങ്ങളൊന്നുമില്ലാതെ മഞ്ഞ വരയിട്ട അതിർത്തി അടയാളങ്ങളില്ലാത്ത കാശ്മീർ. അവിടെ മഴയിലും മഞ്ഞിലും മരം കൂച്ചുന്ന തണുപ്പിലും ജാതി മതഭേദമില്ലാതെ ഭാരതമെന്ന ഒരേ ഒരു വികാരം മാത്രം മനസ്സിൽ വെച്ച് പൂജിക്കുന്ന ഇവർ നമുക്ക് വേണ്ടി എന്നും ജാഗരൂകരാണ്. ലൈൻ ഓഫ് കൺട്രോൾ. അദൃശ്യമായ ചുമപ്പൻ രേഖയ്ക്കിരുപുറവും മാഞ്ഞുപോയതോ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതോ ആയ
അതിർത്തി എന്ന സങ്കല്പത്തിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ. ചിലയിടങ്ങളിൽ അത് ആൾബലവും ആയുധബലവും ഏറെയുള്ള പടകുടീരങ്ങളാണെങ്കിൽ ചിലയിടങ്ങളിൽ 2 പേർ മാത്രം. ഒരു കമ്പിവേലിക്ക് ഇരുപുറമായി, അപരനെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി, ശത്രു എന്ന് വിളിക്കാൻ ബാധ്യസ്ഥനായവർ. ഇത് അവരുടെ കഥയാണ്, നാം അറിയേണ്ട മറ്റൊരു പട്ടാളക്കാരൻ്റെ കഥ. എന്താടാ, ഇന്നലെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു? तू पागल हो गया क्या? क्या हो रहा उधर? बकड़ी आगे दौड़ा. कुछ तो बोल साले. अबे पाकिस्तानी, हम पे गोली क्यों चला रहा है? उसको ऊपर से हुक्म नहीं मिला है क्या? अबे तेरी मैं लेता हूँ. ബക്കടി, അവന്റെ ബങ്കറിന്റെ മേലിലേക്കും ഫയറിംഗ് നടക്കുന്നുണ്ടല്ലോ. എന്തോ കുഴപ്പമുണ്ട്. तू ठीक तो है? आवाज दे. രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് ഇറങ്ങായിരുന്നു. അപ്പോഴാ मान लिया भाई, अभी मान लिया तेरे को. उड़ा दो सालों को, उड़ा दो. मुशर्रफ, सुनाई नहीं देता क्या?
മരിച്ചിട്ട് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ റേഷൻ ഡ്രോപ്പ് ചെയ്യാൻ പോയവർ കഴിഞ്ഞ ആഴ്ചത്തെ ബാഗ് പിക്കപ്പ് ചെയ്തിട്ടില്ലെന്ന് കണ്ട് സംശയം തോന്നിപ്പോയി നോക്കിയപ്പോഴാ കാര്യം അറിഞ്ഞത്. ഇതിപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് 3ാമത്തെ ആളെ പിക്കറ്റ് 43 മരിക്കുന്നത്. ഇത് ഉറപ്പാടാ. ഓപ്പോസിറ്റിലെ പാകിസ്ഥാൻ ബംഗറിൽ മാറി മാറി വരുന്ന റേഞ്ചർമാർ ചെയ്യുന്ന പണി തന്നെയാണ്. വിഡ്ഢിത്തരം പറയാതടാ. ഒരു ബംഗറിൽ ഒറ്റയ്ക്കിരിക്കുന്ന പാക് റേഞ്ചറിനോട് ഇത് ചെയ്യാൻ പറ്റുമോ? അതും ശരവണ്ണനോട്. നിലം തൊടിക്കില്ല അവൻ. ഫയറിംഗ് റേഞ്ചിൽ സിഒ സാബ് പോലും അവന്റെ മുന്നിൽ മൂക്കുകുത്തിയതാ. ഇത് മിൽട്ടൺസ് തന്നെയാ. പറഞ്ഞു കേട്ടിടത്തോളം അവർ 5-6 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ബോഡി റിക്കവർ ചെയ്യാൻ പോയ ടീമിനൊപ്പം നമ്മളുടെ JCO ശർമ്മ സാറും ഉണ്ടായിരുന്നു. കയ്യിലും കാലിലും ഒരൊറ്റ വിരലിലും നഖമില്ലായിരുന്നു എന്നാ കേട്ടത്. അവൻ മരിച്ചതിന് ശേഷമാ അമരവന്റെ തലയെടുത്ത് ഫ്ലാഗ് പോസ്റ്റിൽ വെച്ചത്. ओए यार, इतना सब होकर भी वो पाक बंकर में बैठे हरामजादे क्या कर रहे थे? അവൻ എന്ത് ചെയ്യാനാ? ചെവിയും പൊത്തി കിടന്നുറങ്ങിക്കാണും. അവന് ബേസ് ക്യാമ്പിലേക്കൊന്ന് കോൾ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ശരവണൻ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. അഭിജിത് സിംഗ്, ശ്രാവൺ ജയ്സ്വാൾ, ശരവണൻ. പിക്കറ്റ് 43ലേക്ക് ഇനി അടുത്ത പോസ്റ്റിംഗ്. ഹരിയേട്ടൻ സിഒ സാബിനോട് കാര്യം പറ. ഇതിപ്പോൾ അടുത്ത ആഴ്ച രജിസ്റ്റർ ഓഫീസിൽ എല്ലാം ശരിയാക്കി വെച്ചിരിക്കല്ലേ. ഈ പോക്ക് മുടങ്ങിയ പിന്നെ അവർ ഉറപ്പായിട്ട് ലക്ഷ്മിയേട്ടത്തിയുടെ കല്യാണം നടത്തും. ഹരിയേട്ടനും കൂടെ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ചേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹരിയേട്ടാ, പിക്കറ്റ് 43 പോസ്റ്റിംഗ് ആയ പിന്നെ കുറഞ്ഞത് 6 മാസത്തേക്കും ലീവ് പ്രതീക്ഷിക്കണ്ട. മാത്രമല്ല, നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഹരിയേട്ടൻ? ഹരി, നിന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചു. സിഒ സാബ് അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഹരിയേട്ടൻ ചെല്ല്, സിഒ സാബിനോട് കാര്യം പറ. ഒന്നുമില്ലെങ്കിൽ അയാളൊരു മലയാളിയല്ലേ, അങ്ങേർക്ക് മനസ്സിലാവും. ഇല്ല, എനിക്ക് മനസ്സിലാവില്ല. ഈ പിക്കറ്റ് 43ലേക്ക് പോസ്റ്റിംഗ് ആവുമ്പോൾ തന്നെ സകല അവന്മാർക്കുള്ള സൂക്കേടാ. കല്യാണം, മരണം, അടിയന്തരം. നടക്കില്ല ഹരി. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ മലയാളികളോട് കുറച്ച് പാർഷ്യലാണെന്നൊരു പരദൂഷണമുള്ളതായി കമ്പനിയിൽ. ഇനിയിപ്പോൾ നിനക്ക് ഈ ലീവും കൂടെ സാങ്ഷൻ ചെയ്ത് തന്നാൽ അതിൻ്റെ പേരിൽ ഒരുപാട് പേരോട് ഉത്തരം പറയേണ്ടി വരും ഞാൻ. സർ, ഇത് നേരത്തെ സാങ്ഷൻ ആയ ലീവാണ്. നാട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പത്തിലാണ്. അടുത്ത തിങ്കളാഴ്ച ഞാൻ പട്ടാമ്പിയിലെ രജിസ്ട്രാർ ഓഫീസിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഈ കല്യാണം ഒരിക്കലും നടന്നില്ല എന്ന് വരും. എടോ, ഒരു പട്ടാളക്കാരൻ്റെ ഡ്യൂട്ടി കോൾ കാരണം മുടങ്ങിപ്പോകുന്ന അവൻ്റെ കല്യാണമല്ല, എന്ത് കുന്തമായാലും ശരി. Then you better tell yourself that it was never meant to be. എനിക്ക് വേറെ വഴിയില്ല ഹരി. ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യണം. സർ, എടോ, ഈ ആഴ്ച 4 ദിവസം ബ്രിഗേഡ് കമാൻഡറുടെ വീട്ടിൽ തോട്ടം നനച്ചതുകൊണ്ടോ കമാൻഡിംഗ് ഓഫീസറുടെ ഫാമിലി ശ്രീനഗറിൽ വെക്കേഷൻ വരുമ്പോൾ പ്രൊട്ടക്ഷൻ പാർട്ടി പോയത് കൊണ്ടോ ഒന്നും നീ ഒരു നല്ല ജവാനാവില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു സംസാരമുണ്ട്, നീ ഒരു പേടിത്തൊണ്ടനാന്ന്. ഇറ്റ്സ് അറ്റ് എ ടൈം ഓഫ് ക്രൈസിസ് ദാറ്റ് യു പ്രൂവ് ദ സോൾജിയർ ഇൻ യു. Now stop being a wimp and get ready to leave. ഇപ്രാവശ്യം തനിക്കൊപ്പം ബക്കാടിയും ഉണ്ടാവും. അയ്യോ സാർ, ഞാൻ മദ്യപിക്കാറില്ല. അതല്ലടോ, നമ്മുടെ കമ്പനിയിലെ ഏറ്റവും മിടുക്കനായ സ്നിഫർ ഡോഗ് ബക്കാടി, ദ ലാബ്. യെസ് സർ. ഹരി, റെഗുലർ ആയിട്ട് സീസ് ഫയർ വയലേഷൻസ് നടക്കുന്ന ഔട്ട് പോസ്റ്റാണ് പിക്കറ്റ് 43. ബി അലേർട്ട് ആൻഡ് സ്റ്റേ അലൈവ്. ஓகேடா, தலை இருந்தா பார்க்கலாம். എന്താ? പോടാ. ठीक है यार. എന്നെ സ്ലീപ്പിംഗ് ബാഗ് താടാ. പോവാം.
വാ, ഇനി നീയും ഞാനും തന്നെ. മഞ്ഞൂർമകൾ ജലമൗനമായി പെയ്യാതെ പോയി മറഞ്ഞു. ആരാരേ നീരൂട്ടാൻ വെൺഗംഗ പാഞ്ഞൊഴുകി. നീഹാരം പൊള്ളുന്ന നാൾ വഴിയിൽ വനശൈല വീണേ ശ്രുതി മീട്ടു. കുളിർവാനമേ മിടിപ്പാട്ടുമായി കൂടെ നീയില്ലേ. മഞ്ഞൂർമകൾ ജലമൗനമായി പെയ്യാതെ പോയി മറഞ്ഞു. നിഴൽ വീഥികൾ വിധിയോർത്ത് വിങ്ങുമ്പോൾ മായും മായാധൃതമേഹം പതിവായി സ്നേഹം നേരുമ്പോൾ രാവാകെ മിഴിനീരിൽ മൂടി ജലമൗനമായി പെയ്യാതെ പോയി മറഞ്ഞു. ശോകാർദ്രമീ ഹിമശാഖികൾ കഥ ചൊല്ലി വീഴുമ്പോൾ ആരോ പൂവിൻ കാതോരം സന്ധ്യാഗീതം മൂളുമ്പോൾ ആത്മാവിൻ മൃദുഗാനം പാടി മഞ്ഞൂർമകൾ ജലമൗനമായി പെയ്യാതെ പോയി മറഞ്ഞു. അവൻ മരിച്ചതിന് ശേഷമാണ് അമരവൻ്റെ തലയർത്ത് ഫ്ലാഗ് പോസ്റ്റിൽ വെച്ചത്.
Picket 43 calling base. Picket 43 calling base. Picket 40. Makadi. Walkie ഉണ്ടോടാ? Walkie. Goodbye. अंदर जा, जा. Hurry from Picket 43. Hurry from Picket 43. Picket 43 calling base. Base, come in. Amme. Makadi. ആ കീറിയ കഷ്ണം തുണി ഇങ്ങനെയാണ്. ഗുഡ് ബൈ. ഗുഡ് ബൈ. हेलो पिकेट 43. हेलो पिकेट 43. हेलो पिकेट 43. छे. Alpha 4 control. Picket 43 heavy firing. Over. I'm sorry, sir. Excuse പറയാനാണെങ്കിൽ പലതും കാണും. As far as I'm concerned, Harry is my boy, and he's fighting it alone. It's my moral responsibility to protect him. I can't wait any longer. Sir, line party. मुझे कुछ नहीं पता है. Get the bloody lines clear, fast. I want to speak to him. Tambi, get your bloody troops ready and move on fast. അവനൊന്നും സംഭവിക്കരുത്. Sir, move. Roger, sir. We are moving. Move. मुशर्रफ! मैं अकेला लड़ रहा हूँ गाजिब! कुछ तो कर!
बैठना नीचे। हाँ? नीचे बैठ रे। क्या हुआ भाई? अरे बैठना। बैठ। पागल है, खुल के घूम रहा है। अरे हुआ क्या भाई? हाँ? अरे उधर एक टीम में हिंदुस्तानी फौजी है, गोली मार देगा। तुम उसका माँ को जानते हैं? नहीं तो तुमको कैसा मालूम हुआ रामी? ऐसा नहीं बोलने का भाई। कितना दिन हो गया तुमको इधर? 8 महीना। अभी तक तो नहीं मारा ना? हाँ? अरे शादी में आया क्या तू? मूड हो गया तो बीच बीच में गोली मारते रहना, ठीक है? समझ गया? समझ गया भाई। हाँ। अभी गाड़ी तुम्हारा नीचे इंतजार करता है और घर में बीवी। तुम जाओ। खुदा हाफिज। अरे नीचे बैठ। अब तक उसका शक्ल भी नहीं देखा मैंने। बीच बीच में गोली मारते रहना, मतलब दबा के रखना। हराम हिंदुस्तानी, छोड़ना नहीं इनको। समझ गया? ठीक है? समझ गया। खुदा हाफिज। क्या बोलेगा? ഡ്യൂട്ടി കഴിഞ്ഞ് പോയവൻ അവന്റെ സന്തോഷം കാണിച്ച പോയി ചാവടാ. ഇനി പുതിയതായിട്ട് വന്നവൻ എങ്ങനെയുള്ളവനാണോ എന്തോ. मुशरफ क्या कर रहे यार? बैठना। ओए मुशरफ। ओ मुशरफ। ബക്കാടി, നീ വെറുതെ മസിൽ പിടിക്കാൻ നിൽക്കല്ലേ, വിവരം അറിയും. ഇന്ന് പോയവൻ ഒരൊറ്റ രാത്രി മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. എന്നും ഉണ്ടാവുമല്ലോ അവന്റെ വക ആചാരവെടി. ഈ വന്നവനെ അവനേക്കാ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ സാർ, അവനെയും വായി നോക്കി നിന്നാലേ നമ്മൾ പട്ടിണിയാവും. ഇന്ന് റേഷൻ വരുന്ന ദിവസമാ. വന്നേ. ഇവിടെ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ്? ഇതുവരെ നിന്റെ വെള്ളത്തിന്റെ പേടി മാറിയില്ലേ? നിന്നെയൊക്കെ പട്ടാളത്തിൽ എടുത്തവന് വേണം പറയാൻ. என்னால நினைச்சு கூட பார்க்க முடியாது. തന്നന്തനിയ എന്താ മല മേലെ ഇന്നും ഇവൻ ഉയരോടെ ഇരിക്കുന്നതേ പെരിയ വിഷയം. തനിയെ അവൻ തനിയൊന്നുമില്ല, അവന്റെ കൂടെ ആ പട്ടിയുണ്ട്. 10 ആളുടെ ബലം ചെയ്യും. டேய் நான் இன்னும் சொல்லாத. அவன் காதில் பட்டா அவ்வளவுதான். அவன் பேரு ஹவில்தார் பக்காடி. ബേസ് ക്യാമ്പിൽ നിന്ന് കത്തുണ്ട്. ഇതിനകത്ത് എന്താന്ന് തുറന്നു നോക്കാതെ തന്നെ നമുക്കറിയാലോ അല്ലേ? ലീവ് നോട്ട് സാങ്ഷൻഡ്. നിന്റെ മട്ടനുണ്ട്.
ലോട്ടറി എടുക്കുന്ന പോലല്ലേ ഇതെടുത്ത് വെച്ച് കറക്കുന്നത്. കിട്ടിയാ കിട്ടി. മണിയേട്ടാ, ഹലോ 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 മണിയേട്ടാ, ഹലോ ഞാനാ ഹരി. ഹലോ ആരാ? ഹരി പിക്കറ്റ് 43. ഹരി ആ പറ. അതെ, നാട്ടിൽ നിന്ന് അമ്മയുടെ കത്തൊരെണ്ണം വന്നത് അവിടെ കാണും കിടപ്പുണ്ടോ? ഇവിടെങ്ങും ഇല്ലപ്പാ. നിനക്ക് സിഒ സാബിന്റെ ലെറ്റർ ഉണ്ടായിരുന്നു, അതും കൊടുത്തയക്കുകയും ചെയ്തു. ഓ, അത് കിട്ടി. പൊന്നാരമോൻ തൽക്കാലം മലയുടെ മുകളിൽ തന്നെ ഇരുന്നോ. ലീവിനൊക്കെ നമുക്ക് പതുക്കെ പോവാന്ന് അച്ചടിച്ച് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അന്നേ ആ ദിനേശൻ പറഞ്ഞതാ, ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ പിന്നെ ലീവിന് പോകുന്നത് നടക്കത്തില്ലെന്ന്. നിന്റെ ഭാഗ്യാടാ, ഇവിടെ കമ്പനിയിൽ ഇപ്പോൾ ഒരു മനസമാധാനമില്ല. ആ, നീ അറിഞ്ഞു കാണില്ല, കഴിഞ്ഞ ആഴ്ച 3 പേര് പോയി, മേജർ മുകുന്ദൻ സാർ ഉൾപ്പെടെ. അയ്യോ, മുകുന്ദ് സാറോ? എന്നിട്ടെന്താ, എല്ലാവരോടും കൂടി ഇന്നൊരു സല്യൂട്ടും കൊടുത്ത് പറഞ്ഞയച്ചു. 3 വയസ്സുള്ളൊരു മോളായിരുന്നു മുകുന്ദ് സാറിന്. ഇത്രയ്ക്കല്ലേ ഉള്ളു മണിയേട്ടാ നമ്മളെല്ലാവരും. ഇന്നുണ്ട്, നാളെ ഇല്ല. ആ, നീ ഏതായാലും സൂക്ഷിച്ചിരിക്കാരി. അവിടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പഴയ ആള് പോയി, പുതിയൊരുത്തൻ വന്നിട്ടുണ്ട്. ഇവന് കുറച്ച് വട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. വന്ന പാടെ ബങ്കറിന് മുന്നിൽ നെഞ്ചും വിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവിടെ ഒരുത്തൻ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫയറിങ്ങിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്. മണിയേട്ടാ, പിന്നെ നമ്മുടെ തമ്പി സാറിനോട് പറഞ്ഞ് എൻ്റെ ലീവിൻ്റെ കാര്യം ഒന്നുകൂടെ സിഒ സാബിനോട് സൂചിപ്പിക്കാൻ പറയണം. നാട്ടിലെ കാര്യങ്ങളൊക്കെ മണിയേട്ടന. ഹലോ മണിയേട്ടാ, മണിയേട്ടാ, ഇത്രയും നേരം കിട്ടിയത് തന്നെ ഭാഗ്യം. ഈശ്വര, ഭഗവതി, അമ്മേ, കാത്തോളണേ. ഇവിടുന്ന് ജീവനോട് തന്നെ തിരിച്ചു പോണേ. പുതിയ കത്തില്ലെങ്കിൽ പഴയ കത്ത് വായിക്കുക. എൻ്റെ കുട്ടിക്ക് സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എന്നാ നിന്നെ ഒന്ന് കാണാൻ പറ്റുക? അമ്മയുടെ ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം. അത് വിചാരിച്ച് കുട്ടി വിഷമിക്കേണ്ട. നിനക്കവിടെ 100 കൂട്ടം പണിത്തിരക്കം ഉണ്ടാവുമെന്ന് അമ്മയ്ക്കറിയാം. അമ്മയ്ക്കിവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ആ ശ്വാസം മുട്ടല് കുറച്ച് ദിവസമായി വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. എന്നാലും സുഖരം ഉള്ളോണ്ട് മോസതിൻ്റെ അടുത്ത് പോയി മരുന്ന് കൃത്യമായി വാങ്ങിക്കൊണ്ടുവരും. കുട്ടി കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. നിനക്കതിലൊന്നും ഒരു ശ്രദ്ധയില്ല. എന്നും അമ്മ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ കുട്ടിയെ കാക്കണേന്ന്. ഹരീന്ദ്രൻ, അനിഴം. ആ, ഹരി എപ്പ എത്തി? 2 ദിവസമായി. നന്നായി. കുറച്ചു ദിവസം കൂടെ കാണൂല്ലോ അല്ലേ? 2 ആഴ്ച ഉണ്ടാവും. അപ്പോ കൊടിയേറ്റത്തിന് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ആഹാ, നീ ഇവിടെ നിൽക്കുകയായിരുന്നു. പിന്നല്ലാണ്ട് നമ്മളെങ്ങനെ പഠിക്കപ്പുറത്ത് കാലുകുത്തിയ പിന്നെ ശുദ്ധികലശം അല്ലേ ശുദ്ധികലശം. അയ്യോ, ഇതിൽ ഉണ്ണിയപ്പല്ലോ. അർച്ചനയ്ക്ക് എവിടെ നടി ഉണ്ണിയപ്പം പൊട്ടിക്കാളി? എന്നാ ഞാൻ ചെല്ലട്ടെ, ക്ലാസ്സിന് സമയായി. മാസാമാസം മുടങ്ങാതെ മണി ഓർഡർ അയച്ചെന്ന് പഠിപ്പിക്കുന്ന പെൺകുട്ടിയല്ലേ. തോറ്റാ പട്ടാളക്കാരന നാണക്കേട്. ഉള്ളത് പറഞ്ഞ നീ ഇത്രയും ദൂരത്ത് പോയി കിടക്കുമ്പോ തൊട്ട അയൽവക്കത്ത് താഹിര ഇവളോ ഉള്ളതാ എനിക്കുള്ള ഒരു സമാധാനം. ഏതു പാതിരാത്രിക്കായാലും ഒന്നുറക്ക വിളിച്ചാ മതി, അപ്പോഴിങ്ങെത്തും. പുണ്യം കിട്ടോടാ. സഹീർ പോയി പിന്നെ സുഹറയുടെ പഠിപ്പും വീട്ടുകാര്യങ്ങളും ഒക്കെ നടക്കണത് നീ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് മാത്ര. 5 നേരം തലതൊട്ട് നിസ്കരിക്കുമ്പോ നിന്നെ ഓർക്കുന്നുണ്ടാവും ആ പാവങ്ങള്. അത് തന്നെ ധാരാളം. ഹരി, ഹരി, എന്നാ അമ്മ നടന്നു, ഞാൻ വന്നോളാം.
ഹരി, അതെ, ഈ സേവനത്തിന് ലീവ് തോറും കൊണ്ടുവരുന്ന ഒരു പേർ അമ്മ മതിയാവാണ്ട് വരും. പോടാ പോടാ. എന്നാലും എന്റെ ഹരിയേട്ടാ, ഒരു പട്ടാളക്കാരൻ പറയുമ്പോ കുറഞ്ഞ പക്ഷം മുടി പറ്റ വെട്ടി ക്ലീൻ ഷേവ് ചെയ്ത് മീശ പിരിച്ച് കുറച്ച് മസിലൊക്കെ പിടിച്ച് നടക്കണം. ഇതിപ്പോ പട്ടാളത്തിലാന്ന് പറഞ്ഞാ നാട്ടുകാര് വിശ്വസിക്കണ്ടേ? നാട്ടുകാര് വിശ്വസിക്കണ്ട, നിനക്ക് സംശയമൊന്നുമില്ലല്ലോ. എന്റെ പൊന്നു മോളെ, ഇന്നല്ലെങ്കിൽ നാളെ എന്നും പറഞ്ഞ് ഈ ബോർഡറിൽ പോയി കിടക്കുന്നതിന്റെ ഏക ഗുണം ഇങ്ങനെ തോന്നിയ പോലെ നടക്കാന്നുള്ളതാ. വല്ല സമാധാന മേഖലയിലേക്കും ട്രാൻസ്ഫർ ആയാലേ നീ പറഞ്ഞ പോലെ വഴുവഴാന്ന് ഷേവും ചെയ്ത് വടി പോലെ തേച്ച യൂണിഫോം ഇട്ട് ഏറാൻ മൂളി നിൽക്കണം. അതുകൊണ്ട് അതുവരെയെങ്കിലും ഞാൻ താടി മുടിയൊക്കെ വളർത്തി സുന്ദരനായിട്ടിരിക്കട്ടെ. സുന്ദരനായിട്ട് വെറുതെ അങ്ങനെ ഇരിക്കണ്ട. 5-6 ഫോട്ടോ എടുത്ത് നാട്ടിലെ ബ്രോക്കർമാരെ ഏൽപ്പിച്ചേക്ക്. ആവശ്യം വരും. കാരണം എന്നെ എത്രയും പെട്ടെന്ന് വേറെ കെട്ടിച്ചു വിടുന്ന എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഈ തമാശ എനിക്ക് തീരെ അങ്ങോട്ട് സൂചിച്ചില്ല കേട്ടോ. തമാശയല്ല ഹരിയേട്ടാ, കഴിഞ്ഞ കത്തിൽ ഞാൻ എഴുതിയിരുന്നതല്ലേ, വീട്ടിൽ ഇഷ്ടം പോലെ ആലോചനകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഉറപ്പിച്ച മട്ടിലെ അച്ഛൻ. ഹരിയേട്ടൻ അമ്മായിയേയും കൂട്ടി എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം. അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കണം. അതല്ല അച്ഛാ, എനിക്കായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അറിയാലോ. പറഞ്ഞു വരുമ്പം ഇവൻ എനിക്ക് അനന്തരവനും ആ വകയില് ലക്ഷ്മിക്കും ഉറച്ചെറുക്കനും ഒക്കെ തന്നെയാ. പക്ഷെ ഈ കാര്യത്തില് ഇവന്റെ അമ്മാവനേക്കാൾ ലക്ഷ്മിയുടെ അച്ഛനായിട്ടല്ലേ ഞാൻ ചിന്തിക്കേണ്ടത്? അല്ലേ എടുത്തിയേ? അല്ല, ഒന്നാം തരം നായർ തറവാട്. ദുബായിൽ സ്വന്തമായിട്ട് ബിസിനസ്, നാട്ടിലാച്ചാ കുടുംബവക വീടും പറമ്പും. ഈ വീടിന്റെ പണി നടക്കണത് വേറെയും. ഇഷ്ടമുള്ളത് എന്താച്ചാ അങ്ങനെ എന്നല്ലാണ്ട് ഒരു തരി സ്വർണത്തിന്റെ കണക്ക് അവര് പറഞ്ഞിട്ടില്ല. തറവാടിന്റെ പുറത്തൊരാലോചന മാമ്പർത്താർക്ക് പതിവല്ല. പക്ഷെ ഇവിടെ ഇപ്പോ ഒരു വശത്ത് ഇത്രയും നല്ലൊരു ബന്ധം, മറുവശത്ത് മരുമകൻ പട്ടാളത്തിലാന്ന് വീമ്പ് പറയാന്നല്ലാണ്ട് ഇവനായിട്ട് ഇപ്പൊ എന്താ ഉള്ളത്? ഭാഗം വെച്ചപ്പം അച്ഛൻ എന്റെ പേർക്ക് എഴുതി വെച്ച വീട്ടിൽ തന്നെയല്ലേ ഇപ്പോഴും അമ്മയും മകനും താമസിക്കണത്. ഇതുവരെ അതിന്റെ കണക്ക് ഞാൻ ചോദിച്ചിട്ടില്ലാലോ. അല്ല, അതൊട്ട് വേണ്ടതിനും. പക്ഷേ ഇതിനെപ്പറ്റി ഇനിയൊരു സംസാരം വേണ്ട. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നെ കൊണ്ടാവണ രീതിയിൽ രമേശന്റെ അടുത്ത വരവില് ഇതങ്ങട് നടത്തണമെന്നാ എനിക്ക്. ഹരിക്ക് ലീവ് ഉണ്ടാവില്ല, പക്ഷെ അമ്മായിയുടെ സ്ഥാനത്ത് നിന്ന് എടുത്തിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം എല്ലാറ്റിനും. അപ്പോ ഞാൻ അങ്ങട് ഇറങ്ങാ. ഇന്ന് കരയോഗം വക ഒരു സമൂഹ വിവാഹണ്ടേ, വേണച്ചാ പോന്നോളൂ. അമ്പിസ്വാമിയുടെ സദ്യ. കോച്ചിങ് സെന്ററിലെ റീനുവിന്റെ ഇളയമ്മ അവിടെ വീട്ടുജോലിക്ക് നിൽക്കണുണ്ട്. ഓള് പറഞ്ഞത് അടുത്ത ചിങ്ങത്തിന് കല്യാണം നടത്തി ലക്ഷ്മിയേച്ചിയെ അയാൾക്കൊപ്പം അങ്ങോട്ടേക്ക് അയക്കാനാ പരിപാടിന്നാ. ആരെങ്കിലും വിചാരിച്ചോ ഓട്ട നിക്കർ വിട്ട് മൂക്കൊലിപ്പിച്ച് നടന്നിരുന്ന കൊളപ്പള്ളിയിലെ രമേശൻ ദുബായ് പോയി കാശുണ്ടാക്കി വന്ന് ഇവന്റെ കഥയിലെ വില്ലനാകുമെന്ന്? ഇനിയിപ്പോ എന്താ ചെയ്യാ? പിന്നെന്ത് ചെയ്യാൻ? വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഏതൊരു രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടാ, അത്ര തന്നെ. അതെ അതെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഹരി, നിനക്ക് നീ എപ്പോഴാ ലീവ് കിട്ടുക? ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ ചിലപ്പോ ജൂണിലോ ജൂലൈയിലോ മറ്റൊരു 10 ദിവസം. അപ്പൊ ചെയ്യേണ്ട ദിവം പറഞ്ഞ പോലെ തന്നെ അമ്മയും കൂട്ടിക്കൊണ്ട് മാന്യമായി പെണ്ണ് ചോദിക്കാനുള്ള മര്യാദ നീ കാട്ടി. അങ്ങനെ നടപ്പില്ലാച്ചാ പിന്നെ ഇങ്ങനെ. രജിസ്റ്റർ ഓഫീസർ അവളെ എത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു.
നിനക്ക് വേണ്ടി സാക്ഷ്യപ്പെടാൻ ഞങ്ങൾ 3 പേര് ധാരാളം. അവൾക്ക് വേണ്ടി നീ വിചാരിച്ച കിട്ടില്ലേ സൂറേ ഒരു 3 പേരെ? 300 പേരെ കിട്ടും. നാട്ടിൽ നിന്നൊരു കത്ത് വന്നിട്ട് കുറച്ച് നാളായല്ലോടാ. അവിടെ മാധവൻ മാഷിന്റെ വക വൻ ലഹള നടക്കുന്നുണ്ടാവും. പാവൻ ലക്ഷ്മി എന്തൊക്കെയാണാവോ അവളെ സഹിക്കുന്നുണ്ടാവുക. ഈ മലയുടെ മുകളിൽ ഇരിക്കുമ്പോഴല്ലേ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ ഓർക്കുന്നത്. और आज की फौजी फरमाइश में पेश है मोहम्मद रफी का ये गाना. क्या बात है, ये गाना तो मेरा भी ऑल टाइम फेवरेट है. मोहम्मद रफी के इस गाने की फरमाइश की है हमारे इन फौजी दोस्तों ने, जिनका नाम है मेजर श्री राम, हवलदार जगजीत सिंह, हवलदार वीरेंद्र सिंह, सिपाही हाथी सिंह, लैंस नायक के.वी. रेड्डी और लैंस नायक हिलाल अहमद वानी. मुस्कुराना गजब हो गया, फूलों की रानी बहारों की मलका, तेरा मुस्कुराना गजब हो. आवाज बढ़ाओ भाई. अरे मोहम्मद रफी का गाना है, हम भी सुनेगा यार. अरे बढ़ाने को बोला तो तुम कम करते है. अरे बढ़ाओ यार. എങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇവനെ മുഹമ്മദ് റാഫി ഇന്ത്യക്കാരനാടാ. അയാളുടെ പാട്ട് നീ കേക്കണ്ട. പിന്നല്ല हिंदुस्तानी है वो रफी साहब, तुम्हारा क्या लगता है वो? अरे कला का आवाज कोई मुल्क का बॉर्डर का बंदिश में थोड़ी रहता है, वो तो हवा में होता है. कंजूसी मत करो यार. सुनो. കഞ്ചൂസി നിന്റെ അപ്പൻ പൊടാ വട്ടി. സോറി നിന്നെയല്ല. പാട്ട് കേൾക്കാതെ അവൻ ഉറങ്ങുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവന് മുഹമ്മദ് റാഫിയുടെ പാട്ടും കേൾക്കണം, എന്നിട്ട് പാതിരാത്രി നമ്മളെ കൊല്ലുകയും വേണം. बाहर आना साले, चुप क्यों है तू? बकड़ी तुम वाड़ा, अब दिखा बहादुरी तेरी. बाहर आ. ओए क्या हो गया भाई, चिल्लाता क्यों है? और ये दुकान क्या लगाया तुमने? दुकान? ओए ध्यान से देख, दुकान थोड़ी ना लगा के रखा है. LMG, AK-47, ग्रेनेड और ये എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചൊരു കീച്ചം കീച്ചാണല്ലോ. വിവരം അറിയുന്നീ. लड़ने का मूड में लगता है. ठीक है, एक मिनट रुको. ए, कहां जा रहा है? कहां भाग रहा है तू?
एक मिनट। चलो, हमारा भी दुकान लग गया। अभी क्या करने का है बोलो। ये इस सब की क्या जरूरत है? हाँ? बात ही तो करना है ना। अभी हमारे बीच कोई प्रॉब्लम तो है ही नहीं। कल रात ऐसा लग रहा था कि वॉर शुरू हो गया। वॉर शुरू होता तो तुम ऐसा दुकान लगा के थोड़ी खड़ा होता। तुम उधर गोली खा के पड़ा होता। गोली? You firing so many bullets? My bunker. Something happening? What are doing? What my mother doing? Huh? Oh, English. Hi, English. क्या? Night, India, Pakistan, cricket match. Hi, happy? Fire. अയ്യോ ഫൈനൽ എടാ ഇന്നലെ കളി अरे मेरा तो ट्रांजिस्टर इसने खराब कर दिया। क्या हुआ मैच का? अरे कुत्ता पालेगा तो ट्रांजिस्टर का वही हाल होगा ना भाई। हम कुत्ता भी नहीं रखता है, ट्रांजिस्टर भी नहीं रखता है। बेस को फोन किया, वो लोग हमको बोला जीत गया। अरे हुआ क्या? अरे कोई पूछने का बात है। और कौन जीतेगा? पाकिस्तान जिंदाबाद। പാകിസ്ഥാൻ ജി എടാ സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, VVS ലക്ഷ്മൺ, അനിൽ കുംബ്ലെ ഇവർ 4 പേര് ഒരുമിച്ച് റിട്ടയർ ചെയ്താൽ പിന്നെ എങ്ങനെ തോക്കാതിരിക്കും? മനസ്സിലായോ? एक मिनट, पाकिस्तान जीता तो तूने फायरिंग हम पर क्यों किया? अरे तुम्हारे पर थोड़ी फायरिंग किया, हम आसमान पे फायरिंग किया। पाकिस्तान जीत गया, हम खुश हुआ, फायरिंग किया। अरे खुशी में फायरिंग क्यों करेगा यार? देखो भाई, हमारा इधर कोई पैदा होता है, मरता है, गम होता है, खुशी होता है, शादी होता है, हम फायरिंग करता है। ओए, सपना क्या देख रहा है तू? कुछ नहीं। तेरा शादी हो गया? नहीं तो? तू नहीं समझेगा। रुक, नाम क्या है तेरा? मुशर्रफ! मुशर्रफ! जल्दी चेन लगाओ। उस तरफ से। हेलो, कंट्रोल रूम। हाथ लगाओ। ओके सर। सपोर्ट टीम को लेके जल्दी पहुंचो वहां एंड रिपोर्ट टू मी फास्ट। आउट। रॉजर सर। वो ठीक है, जल्दी जाओ। गेट इट फास्ट। जल्दी जाओ, मूव फास्ट। മോനെ, അമ്മയ്ക്ക് തീരെ വയ്യാതായിരിക്കണം. നടക്കാൻ തീർത്തും വയ്യന്നേ. മരുന്നൊന്നും അങ്ങോട്ട് ഏൽക്കണില്ലെന്നാ തോന്നണേ. എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് എൻ്റെ കുട്ടിയെ ഒന്ന് കാണാൻ തോന്നാം. പിന്നെ കുട്ടി വിഷമിക്കാൻ വേണ്ടി പറയല്ല. ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞു, ഞാൻ പോയില്ല. ആ കുട്ടിയെ കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ലായിരുന്നു. അവളുടെ അച്ഛൻ എൻ്റെ ആങ്ങളെയാണെങ്കിലും
നമ്മൾ ആരെയും കുറ്റം പറയണ്ട. എല്ലാം ഒരു യോഗമെന്ന് വിചാരിച്ച് സമാധാനിക്കും. മോനിനി ആ കുട്ടിയെ മറന്നേക്ക്. क्या भाई, अपना माजी को आग लगाता है क्या? कुछ ऐसा है समझो, कुछ यादें जिन्हें भूलना चाहता हूँ। एक कहावत है, खुशी दुगना होता है और गम आधा जब बांटा जाए। क्या हो गया हरी साहब? घर से कुछ खबर आया है। तुम्हारा अम्मी जान का तबीयत तो ठीक है ना भाई? हाँ हाँ, अम्मा तो ठीक है, लेकिन वो लक्ष्मी नहीं रही। क्या बोलता है यार? इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। लक्ष्मी तो ठीक था, उसका सेहत भी ठीक था, सब कुछ खैरियत था, तो फिर ये सब कैसा हो गया? अरे नहीं रही मतलब मेरी जिंदगी में नहीं रही, उसकी कई और शादी हो रही है। ओह, ये चिट्ठी अब मुझे गम के सिवा और क्या देंगी? भूलना तो पड़ेगा उसे। अरे हरी साहब फिक्र मत करो, आज जो तुमको ये कयामत लगता है ना, कल एक हंसी का बहाना बन जाएगा, जब तुम्हारा बीवी तुमको तुम्हारा ये लव स्टोरी का याद दिलाकर तुम्हारा डंक खींचेगा। वाह, एकदम बी ग्रेड फिल्म का सी ग्रेड डायलॉग लग रहा है। और वैसे भी प्यार के बारे में तुम्हें क्या पता? तूने तो अपनी बीवी का चेहरा पहली बार निकाह में देखा ना? निकाह का बाद मोहब्बत नहीं हो सकता है? ओ, പറഞ്ഞു പോലെ അത് മറന്നു. तुमको तो 4 बार ये मोहब्बत अलाउड है ना? ए, बिना समझे मजहब का मजाक नहीं उड़ाना। हम सिर्फ एक बार मोहब्बत किया, वो भी हमारा बीवी के साथ, वो भी निकाह का बाद, और आगे करने का कोई इरादा भी नहीं है। एक मिनट, ये देखता है? देखो, हमारा तो ख्वाब में भी इसके अलावा कोई नहीं आता है। तू ख्वाब में ये बुर्का देखता है क्या? अरे नहीं मेरा भाई, अब वो लड़की को देखता है जो ये पर्दे के पीछे है, जिसने सिर्फ हमसे प्यार किया, अपने सब कुछ हमको दे दिया, हमारा बच्चा का मां बना। प्यार के बारे में इससे ज्यादा जानने के लिए और क्या है, हा? वाह, तू तो बड़ा फिलोसोफर निकला यार। बच्चे कितने हैं? अल्हम्दुलिल्लाह 2 बच्चे हैं। एक बेटी है, उसका नाम है अलविया, दूसरा बेटा है, उसका नाम है तुराब अब्बास, और इंशाल्लाह 6 महीना बाद एक नया मेहमान आने वाला है। अरे मुबारक हो यार, इसका मतलब अगले सर्दियों में। कौन से क्लास में है बच्चे? बेटा दूसरी में पढ़ता है। और बेटी?
पिछला छुट्टी में बेटी को स्कूल में दाखिला दिलाने के लिए गया था। बहुत खुश थी। ये क्या? आप अपना लड़की का दाखिला कराना चाहता है? जी जनाब। आपको मालूम है यहाँ तालिबान का हुक्म चलता है और वो इसकी इजाजत नहीं देते हैं। गोली मार देंगे आपकी इस लड़की को भी और मुझे भी। ऐसा कैसा गोली मार देगा? उसका बाप का राज है। हम पाकिस्तानी हुकूमत का तहत रहता है। ये तालिबान आप तो फौजी हैं, 2-4 रोज में चले जाएंगे, लेकिन हमें यहीं जीना मरना है। चुपचाप अपनी इस लड़की को घर ले जाइए और घर का काम काज सिखाइए। अब्बू, मुझे स्कूल जाना है। हाँ बेटा। अस्सलाम वालेकुम। ओए औरत, चेहरा ढक। यार, तो पाकिस्तान में लड़कियां स्कूल नहीं जाती है क्या? नहीं, पाकिस्तान में तो काफी बड़ा बड़ा शहर में जाता है, लेकिन कुछ ऐसा जगह है जहाँ पे कुछ दिन का ठेकेदार लोग इस्लाम का कुछ तर्जुमा करता है अपने हिसाब से, और उनका नजर में लड़की लोग को तालीम नहीं मिलना चाहिए। तो फिर उसे किसी शहर वाले स्कूल में भेज देना। अरे भाई, हमारा नाम मुशर्रफ खान है, परवेज मुशर्रफ नहीं। एक पाकिस्तानी सिपाही को ख्वाब भी बजट में देखना पड़ता है। ऐसा आजाद ख्याल का स्कूल में जाने का हमारा हैसियत नहीं है। तू अपनी फैमिली को हिंदुस्तान लेके आना, बच्चों की पढ़ाई यहीं कराएंगे। अरे दूर का डोल सुहाना मेरा भाई, लेकिन हमारा एक ख्वाहिश है। हमारा नाना जान का कब्र है ना, वो उधर पंजाब में। हम चाहते हैं कि एक बार हमारा अम्मी जान को उधर ज़ियारत के लिए लेके जाऊं, इंशाल्लाह। अरे तू फिक्र मत कर, अम्मी को लेके वाघा बॉर्डर पे आ जाना, हम ले जाएंगे तुम्हें नाना के कब्र तक। और वैसे भी पंजाब से पास ही है ना केरला, 2 हफ्ते पट्टाम्बी में। क्या बोलता है? पट्टाम्बी में आज तक किसी ने एक पाकिस्तानी को नहीं देखा है। सुपरस्टार बन जाएगा तू। यार एक बात बताओ, तो ये तुम्हारे हाथ में तो ये पकड़ता है क्या? ये माउथ ऑर्गन। हाँ, ये माउथ ऑर्गन। ये तुम खाली पकड़ के रखता है कि वो शोले का अमिताभ बच्चन का जैसा बजाता भी है? सुनाओ क्या? अरे नेकी और पूछ पूछ मेरा भाई, बिस्मिल्लाह। മാറി മഴ മാഞ്ഞു പോയി, കാറ്റിലില വീണുപോയി, ഒരു പുഴയും മറുപുഴയും ചേരുമ്പോ ഒരു നദിയായി കരകവിയാതൊഴുകുന്നു ഓരോ ഹൃദയങ്ങൾ തോറും തോരാ മഴയായി സ്നേഹം പിന്നെയും പെയ്യുന്നു വെറുതെ. മാറി മഴ മാഞ്ഞു പോയി, കാറ്റിലില വീണു
പോയി. ഈറന്മാറിൽ നോവും കൊണ്ടേ ദൂരെ മായുന്നു സായന്തനം. ഏതോ കൊമ്പിൽ ചേക്കേറാനാ താനേ പാറുന്നു രാപ്പൈങ്കിളി. ചിരിമായും ചുണ്ടിൽ മൗനം തൊടും ഇണ പോയൊരോർമകളിൽ താനേ താനേ പാറുന്നു. മാറി മഴ മാഞ്ഞു പോയി, കാറ്റിലില വീണു പോയി. മുല്ലപ്പൂവിൻ കണ്ണിൽ കണ്ണിൽ കൊഴിയുമ്പോഴും ചിരിമായില്ല. പിരിയുമ്പോഴും പ്രിയബന്ധങ്ങൾ പനിനീർമുല്ലേ നിന്നെ പോലെ. കൊഴിയാനാണെങ്കിൽ മോഹങ്ങളെ വിടരാതിരുന്നിടുമോ തോരാ നോവേ വാടിയിടുമോ. മാറി മഴ മാഞ്ഞു പോയി, കാറ്റിലില വീണു പോയി. प्रधानमंत्री श्री नरेंद्र मोदी जी की शपथ समारोह के दौरान श्री नरेंद्र मोदी जी और पाकिस्तान के प्रधानमंत्री श्री नवाज शरीफ के बीच 21 सेकंड का हस्तदान रहा, यानी 21 सेकंड का हैंडशेक रहा. तो क्या ये ऐसा संकेत दे रहा है कि पुरानी दुश्मनी अब भुलाकर ये एक नई दोस्ती की तरफ बढ़ रहे हैं? ओए, नाम क्या है भाभी का? हनारा. अच्छा है. मेरी प्यारी हन्नारा, सलाम अलैकुम. हम यहाँ खैरियत से है और उम्मीद करता है कि तुम सब भी अल्लाह का फजल करम से खैरियत से होगे. पहले यहाँ पे बहुत अकेलापन महसूस होता था, लेकिन अभी हमको हमारा दुश्मन में एक दोस्त मिल गया है. हमारा सामने वाला क्रिकेट का हिंदुस्तानी फौजी और हमारा बीच एक अजीब रिश्ता हो गया है. रमजान में वो हमारा साथ रोजा रखता था, हमारे लिए इफ्तारी का इंतजाम करता था. पता नहीं लोग हम लोगों को दुश्मन क्यों बोलते हैं. उसने हमको हिंदुस्तान आने का दावत दिया है. छुट्टियों में इंशाल्लाह हम सब हिंदुस्तान चलेगा. क्या लिखा है बेटी, सब ठीक है ना? सब खैरियत अम्मी जान. उन्होंने वो हिंदुस्तानी फौजी और उनकी दोस्ती के बारे में लिखा है. अच्छा लगता है उन दोनों की दोस्ती के बारे में सुनकर. मुशर्रफ, साले तू मर गया है क्या? बकाड़ी, मैगजीन कंडोरा.
देख सकते हैं कि हमारे आर्मी चीफ यहाँ पहुँच चुके हैं। उन्हीं के पीछे आ रहे हैं हमारे राज्य रक्षा मंत्री। अगर सुरक्षा की बात की जाए तो आप देख सकते हैं कि यहाँ पर हमेशा की तरह काफी अच्छी सिक्योरिटी का इंतजाम किया गया है और लोगों को इतनी चेकिंग से परेशानी होती है, अच्छा लगता पर है। फिर भी देख, यहाँ आज भीड़ की कोई कमी नहीं है। एक तना सिपाही ऐसा वीराना में अपना मुल्क का परचम ले रहा कि उसको अकीदत पेश करता है। अच्छा लगता है। वतन परस्ती का इससे बेहतर मिसाल और क्या है? इवन നമ്മളെ ആക്കുകയാണ് യു तेरे मुल्क में नहीं होता है क्या रिपब्लिक डे वगैरह? होता है। पब्लिक डे 23 मार्च, इंडिपेंडेंस डे 14 अगस्त होता है। एंड फाइनली हमारे रुक रुक एक मिनट। अब हमारे राष्ट्रपति കഴിഞ്ഞ പ്രാവശ്യം ഇതിനല്ലടാ ഇങ്ങനെ പറഞ്ഞത്. देश को संबोधित करेंगे। क्या इंडिपेंडेंस डे यार। असली इंडिपेंडेंस तब मिलेगा जब तेरी और मेरी जरूरत इधर नहीं पड़ेगी और तेरे मुल्क से मेरे मुल्क में जिहाद के नाम पे जो गुजर रहे हैं ना हरामजादे, वो जब रुकेंगे तब मिलेगा असली इंडिपेंडेंस तुझे भी और हमें भी। और ये पाकिस्तान के... रुको रुको, अभी तक जो तुमने कहा हमने सहा, लेकिन हमारा मुल्क के खिलाफ कोई बोलेगा ना हम नहीं सहेगा। वतन परस्ती का जज्बा जो तुम्हारा दिल में है वो हमारा दिल में भी है, समझा ना? वतन क्या? वतन परस्ती, वो क्या बोलता है तुम? देशभक्ति। हो वतन परस्ती देशभक्ति। 17 साल का था हमारा छोटा भाई जब ही वो हरामजादा लोग जिसका बारे में तुम जिक्र कर रहा था ना, जो लोग किसी मुल्क का नहीं होता, वो लोग उसको श्रीनगर ले गया। घर में किसी को कानो कान खबर नहीं हुआ। पेशावर जब ही वापस आया तो मैयत बनकर 11 गोली था जिस्म में, 11 गोली तुम्हारा फौज का। अम्मी को जब ही मालूम पड़ा तो मैया देखने से इनकार कर दिया। एक आंसू नहीं निकला उसका आंख से। बोला कि जो लोग ऐसा हरकत करता है वो लोग ऐसा ही अंजाम का हकदार होता है। और एक बात सुन लो मेरा भाई, आज हम तुमसे वादा करते हैं कि ये पोस्ट से हमारा मुल्क से तुम्हारा मुल्क में कोई नहीं घुसेगा जब तक ये मुशर्रफ जिंदा है, इंशाअल्लाह। ओए पक्का वादा? हैप्पी रिपब्लिक डे। मुशर्रफ तू जिंदा है कि नहीं साले? Security closing in 40 മിനിറ്റിലെത്തും സർ. ഗുഡ്, മൂവ് ഫാസ്റ്റ്.
मुशर्रफ! साला अगर तू जिंदा है और उस बंकर के अंदर बैठकर मेरे मरने का तमाशा देख रहा है ना, तो अल्लाह से दुआ मांग ले कि मैं जिंदा ना बचूं। क्योंकि अगर मैं वापस आया, तेरे खुदा की कसम तू नहीं बचेगा। गद्दार है तू। നീ തീർന്ന वाड़ा नहीं वाघा बॉर्डर लेकर, मैं खुद मारूंगा तुझे। വയ്യണ്ടായടാ. ഇനി എത്ര നേരം ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനാവുമെന്ന് എനിക്കറിയില്ല. എന്ത് സംഭവിച്ചാലും ജീവനോടെ എന്ന് ഞാൻ അവന്മാർ കൊടുക്കില്ല. നീ ഓടണം, ബേസ് ക്യാമ്പ് വരയ്ക്ക് ഓടണം. ഇവിടെ നിൽക്കരുത്. ഹവിൽദാർ ഹരീന്ദ്രൻ ജീവനോടെ ഉള്ളപ്പോ പിക്കറ്റ് 43 വഴി ഒറ്റ ഒരുത്തൻ ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്തില്ല.
जल्दी जाओ वो मोड घुटने पर बैठ। घुटने पर बैठ। गोली मार दो साहब जी, जन्नत मिल जाएगा। और अगर छोड़ दिया तो पूरी कश्मीर में पटाखे फोड़ देंगे हम। तो जाके ले ले जन्नत तेरी। माफी मांगना था तुझे, വിട്ടുകളയായിരുന്നു നിന്നെ ഞാൻ. സാറേ കിतना उम्र का है तू? എത്ര വയസ്സാണ് നിനക്ക്? 17ഓ 18ഓ? നിന്നെയൊക്കെ और कोई है सालो तो आ जाना, आ जाना। Roger, Roger. Connect to base. Connect to base. तंबी सर, वाकई विकेट 43 से हरी बोल रहा हूँ। सीओ साहब से बात कराओ। गेट सीओ साहब ऑन द लाइन। ठीक नहीं, जिंदा हूँ। सीओ साहब से बात करवा दो अभी। I'll keep you posted, sir. Thanks. സർ ഹരി ഓൺലൈൻ. Yes, Hari. Well done. അവരെത്ര പേരുണ്ടായിരുന്നു? ജയഹിന്ദ് സാബ്, അവരെത്ര പേരുണ്ടായിരുന്നു എനിക്കറിയില്ല, പക്ഷെ ജീവനോട് ഇനി ആരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. സർ, ഐ ഹാവ് എ റിക്വസ്റ്റ്. നമ്മുടെ ബങ്കറിന് ഓപ്പോസിറ്റുള്ള പാകിസ്ഥാൻ ബങ്കറിലെ റേഞ്ചർ മുഷറഫിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയണം. അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായും വൂണ്ടഡ് ആയിരിക്കും സർ. സർ, എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ എംബസിയിൽ വിളിച്ച് അവരുടെ ബേസ് ക്യാമ്പിൽ നിന്നൊരു റെസ്ക്യൂ ടീമിനെ അയക്കാൻ പറയണം പ്ലീസ് സർ. വാട്ട്? തനിക്ക് എന്താണോ ഭ്രാന്ത് പിടിച്ചോ? തന്റെ ഓപ്പോസിറ്റ് ബങ്കറിലുള്ളത് ഒരു പാകിസ്ഥാൻ ആർമി റേഞ്ചറാണ്. അയാൾക്ക് എന്ത് സംഭവിച്ചാലും ദാറ്റ്സ് നൺ ഓഫ് യുവർ കൺസേൺ. എടോ, അല്ലെങ്കിൽ തന്നെ അവരുടെ ഒരു സോൾജറിന് എന്തെങ്കിലും സംഭവിച്ചാൽ വൈ ഷുഡ് യു ബി ബോതേർഡ്? നീ പെട്ടെന്ന് താഴേക്ക് വരാൻ നോക്ക്. സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല സർ. അരമണിക്കൂറോളം എനിക്ക് സപ്പോർട്ട് ഫയർ തന്നിരുന്ന റേഞ്ചർ മുഷറഫിന്റെ ബങ്കറിൽ നിന്നും കഴിഞ്ഞ ഒരു മണിക്കൂറായി ഒരു അനക്കവും കാണുന്നില്ല. അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ അയാളെ ഒറ്റയ്ക്ക് മരിക്കാൻ ഇവിടെ ഇട്ടിട്ട് എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല സർ. ഹരി, യു ആർ ബീയിങ് ഫൂളിഷ്. എടോ, LOCക്ക് അപ്പുറത്തുള്ള നമ്മുടെ സ്വന്തം ജവാനായാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വി ആർ ബൗണ്ട് ബൈ ദ ജനീവ കൺവെൻഷൻ. മുഷറഫ് വിൽ ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദ പാകിസ്ഥാൻ ആർമി. അതിനൊക്കെ വ്യക്തമായ നിയമ നടപടികളുണ്ട്. Damn it, you are losing blood. മുഷറഫ് അല്ല, you are my concern. സാർ, ഈ പറഞ്ഞ കൺവെൻഷനോ നിയമങ്ങളോ ഒന്നും എനിക്കറിയില്ല സർ. മുഷറഫ് എന്റെ സുഹൃത്താണ്. പറ്റില്ല എന്ന നിലപാടിൽ സാർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഐ വിൽ ക്രോസ് ദി LOC. ആ ബങ്കറിൽ പോയി അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് നേരിട്ട് കണ്ടറിയേണ്ടി വരും. Hurry, you are disobeying a direct order.
ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് നീ തിരിച്ചു വന്നാലും ശരി, നിന്നെ കാത്തിരിക്കുന്നത് നീ അർഹിക്കുന്ന ഗലൻട്രി അവാർഡ് ആയിരിക്കില്ല, പകരം ഒരു കോർട്ട് മാർഷൽ ആയിരിക്കും. കഴിഞ്ഞ 1.5 മണിക്കൂറായി ഞാൻ എന്റെ മരണത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. അതിനപ്പുറം അല്ലല്ലോ ഒരു കോർട്ട് മാർഷൽ. തീരുമാനം സാറിൻ്റെതാണ്. പ്ലീസ്. ഓവർ ആൻഡ് ഔട്ട് സർ. Damn it. Get me GOC on 9. मुशर्रफ, कुछ तो बोल. आवाज तो दो. अरे मर मत जाना तू. मर मत जाना. Sir, it's you who taught me that the country you serve comes first, the men you command second, and your own self the last. And that's exactly what I'm doing, sir. Sir, as you know, Hari right now is doing his duty for the country. And for me, as his commanding officer, it's my duty to uphold his interests. And sir, in the bargain, if I have to face any consequences, I'll stand upright and face it for my man. So please inform the Pak Embassy and ask them to save their man. Sir, please. देखिए, मैं प्राइम मिनिस्टर ऑफिस से बोल रहा हूँ. पाकिस्तानी एम्बेसडर से बात कराइए राइट अवे. हेलो हेलो, सीओ साहब को लाइन पे लाओ. होय, हुआ क्या उसको? अरे कुछ तो बोलना. जनाब, हम मुशर्रफ को बचा नहीं पाए. बहुत खून बह चुका था. हमारे आने से पहले ही वो मर गया साहब. मुशर्रफ. मुशर्रफ, 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 जल्दी आओ. अरे ऑक्सीजन लाओ जल्दी. अल्लाह का शुक्र है.
तू जिंदा है साले? अबे मैंने सोचा तू मर गया। रुला दिया था मुझे, इतना रुला दिया था, मालूम है? इतनी गालियां दी थी, इतनी गालियां। कुछ सुना तूने? कुछ सुना? सुन, उसकी बीवी पेशावर सेंट्रल हॉस्पिटल में डिलीवरी के लिए एडमिट हुई है। उसे उधर ही ले जाना, उधर ही। भूलना मत, पेशावर सेंट्रल हॉस्पिटल। जा साले जा, जा बे। सैल्यूट वैल्यूट नहीं चाहिए मुझे, जा। खुदा हाफिज मेरा भाई। ஏய் ஹரி, நல்லா இருக்கியா? அண்ணா, நான் லீவு முடிச்சு வந்த பிறகுதான் உன்னை பற்றி கேள்விப்பட்டேன். ரொம்ப பெருமையா இருக்குடா. ஹேய், உனக்கு ஒரு லெட்டர் வந்திருக்கு. சரி வரட்டுமா? சரி. ലീവിന് പോവല്ലേ? ഹീറോ ആയല്ലോ. രാജൻ പട്ടാമ്പി. കൊള്ളാം. കഴിഞ്ഞ 24-ാം തീയതി അയച്ച കത്ത് കിട്ടുന്നത് ഇപ്പോൾ. നിന്റെ കോട്ട ഞാൻ കൊണ്ടുവരുന്നുണ്ടടാ രാജ. പ്രിയപ്പെട്ട ഹരിക്ക് ഏറെ ശ്രമിച്ചു, കിട്ടാത്തത് കൊണ്ടാ ഈ കത്തെഴുതുന്നത്. അമ്മ കഴിഞ്ഞ 20-ാം തീയതി മരിച്ചു. ഒരു പ്രാവശ്യം വിളിച്ചു കിട്ടിയപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞു നീ ഹോസ്പിറ്റലോ മറ്റോ ആണെന്ന്. ഏതായാലും മരിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നീ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഒരു മകൻ്റെ സ്ഥാനത്തുനിന്ന് ഞാൻ ചെയ്തു. അമ്മ അവസാനം പറഞ്ഞത് എന്താണെന്നോ, എൻ്റെ കുട്ടി അവനെ കാത്തോളണേ ഭഗവാനെ എന്ന്. മരിച്ചു കിടക്കുമ്പോഴും നോട്ടം മുഴുവൻ ആ പഠിപ്പുരയിലേക്കായിരുന്നു, നിന്നെയും കാത്തു. ഈ കത്ത് കിട്ടുമ്പോഴേക്കും
ഏറെ വൈകിട്ടുണ്ടാവും. എന്നാലും നീ വരില്ലേ? हवलदार हरींद्र नायर। ഞെട്ടിച്ച് കളഞ്ഞല്ലോടൂ. ടു ബി ഫ്രാങ്ക്, തന്നെ ഞാൻ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കോർ കമാൻഡർ പേഴ്സണലി റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് തനിക്ക് ഒരു ശൗര്യ ചക്ര. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ദാ നിന്റെ സിക്ക് ലീവ് കൂടാതെ സ്പെഷ്യലി സാങ്ഷൻ 2 months ലീവ്. 2 മാസം നാട്ടിൽ പോയി എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. യു ഡിസേർവ് ദിസ് ബ്രേക്ക്. എനിക്ക് ലീവ് വേണമെന്നില്ല സർ. What happened? 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അമ്മ മരിച്ചു. നാട്ടിൽ നിന്ന് വിവരം അറിയിക്കാൻ ബേസിലേക്ക് വിളിച്ചപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലാണെന്ന് അറിയുന്നത്. അങ്ങനൊരവസ്ഥയിൽ എത്താൻ പറ്റില്ല എന്നറിയാവുന്നുണ്ടാവും. ചടങ്ങുകളൊക്കെ അവർ തന്നെ കഴിച്ചു സർ. ഇന്ന് കത്ത് കിട്ടിയപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നു. I'm really sorry, Harry. My heartfelt condolences. പക്ഷേ അതിന് താൻ ലീവിൽ പോകാതിരിക്കണോ? നാട്ടിലെ റിലേറ്റീവ്സ് ഒക്കെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? നാട്ടില് റിലേറ്റീവ്സ് ഒന്നും അങ്ങനെ. അമ്മ പോയില്ലേ സർ. ഇനിയിപ്പോ വേറെ ആരും ഇല്ല. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ കമാൻഡന്റിനോട് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ഏതെങ്കിലും ഒരു പീസ് ടൈം പോസ്റ്റിംഗിലേക്ക് ട്രാൻസ്ഫർ തരാം. ഹിമാചലിലോ മറ്റോ. അവിടെ ആകുമ്പോൾ you can settle down and be away from the action for a while. അത് വേണ്ട സർ. കഴിയുമെങ്കിൽ എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. തിരിച്ചു പോകാനോ? എങ്ങോട്ട്? തിരിച്ച് പിക്കറ്റ് 43ലേക്ക് സർ. ഒരു കമാൻഡിംഗ് ഓഫീസർ ഒരു ജവാന്റെ മുന്നിൽ പ്രോട്ടോകോൾ തെറ്റിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ടു ഹെൽപ്പ് വിത്ത് പ്രോട്ടോകോൾ. ഐ ആം പ്രൗഡ് ഓഫ് യു. Havildar Harindran Nair reporting to Picket 43, sir. ഞാനില്ലാതെ ഒരു മാസം
ഏ? ഉമ്മുവ. വാ, കൊറേ ഉണ്ട് പറയാൻ. അമ്മ പോയടാ. രാജന് സൗദിയിൽ ആ ജോലി എത്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ തിരിച്ച് നാട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എനിക്കൊരു ശൗര്യചക്രം കിട്ടും താമസിക്കാതെ. പട്ടികൾക്ക് ചക്രമൊന്നുമില്ലടാ. ഉണ്ടായിരുന്നു നിനക്ക് കിട്ടിയത്. ഉറപ്പല്ലേ? സത്യം. പറ്റി എന്തൊരു അഭിപ്രായം അറിയാം? അയാൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. അവരെയൊക്കെ ഞാനാണോ അതോ നീയാണോ ഉപയോഗിച്ചത്? മുഷറഫിനെ ഞാൻ വിളിച്ചു. ആൺകുട്ടിയാണ്. അവൻ പറഞ്ഞൊരു ഭാഗം ഏതായാലും ഈ ഓഗസ്റ്റ് 15 ഞാനാണ്. പെറ്റമ്മയുടെ വിരഹദുഃഖം പോലും ഒരിറ്റ് കണ്ണീരിലൊതുക്കി എൻ്റെ നാടെന്ന വികാരവുമായി മുന്നോട്ടു പോകുന്ന ഹവീൽദാർ ഹരീന്ദ്രനെ പോലുള്ള പട്ടാളക്കാർ നിങ്ങൾക്കായി ഈ മലമുകളിൽ എന്നും കാണും. ഏത് നിമിഷാർത്ഥത്തിലും ഒരു വെടിയൊച്ചയ്ക്കൊപ്പം മാഞ്ഞു പോയേക്കാവുന്ന ജീവിതങ്ങൾ. നിങ്ങൾ വിഷമിക്കരുത്. ഒന്നുറക്കെ വിളിച്ചാൽ മതി. ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കായി ഞങ്ങൾ ഓടിയെത്തും. ജയ് ഹിന്ദ്.